2025 ആഗസ്റ്റ് 27 സിറാജ് എഡിറ്റോറിയൽ. അമീബിക് മസ്തിഷ്കജ്വര ഭീതിയിൽ സംസ്ഥാനം. അമീബിക് മസ്തിഷ്കജ്വര ഭീതിയിലാണ് കേരളം. തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 18 പേരിൽ രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി. അനൗദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ 8 മാസത്തിനിടെ 28 പേർ രോഗബാധിതരായിട്ടുണ്ട്. കോഴിക്കോട്, തിരുവനന്തപുരം ഭാഗങ്ങളിൽ രോഗനിർണയത്തിന് മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ മേഖലകളിൽ രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വിദഗ്ധ പരിശോധന നടത്തിയാൽ മറ്റു ഭാഗങ്ങളിലും രോഗം കണ്ടെത്താൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പകർച്ചവ്യാധിയല്ലെങ്കിലും പിടിപെട്ടാൽ പെട്ടെന്ന് ഗുരുതരാവസ്ഥ പ്രാപിക്കുന്നുവെന്നതാണ് അമീബിക് മസ്തിഷ്കജ്വരമുയർത്തുന്ന വെല്ലുവിളി. വെള്ളത്തിലൂടെ മാത്രം പകരുന്ന ജലജന്യ രോഗമെന്നാണ് സമീപകാലം വരെയും വിശ്വസിക്കപ്പെട്ടിരുന്നത്. മലിനജലത്തിൽ കാണപ്പെടുന്ന നെഗ്ലേറിയ ഫൗലേറി അമീബ രോഗാണുവാണ് കേരളത്തിൽ ഇതുവരെയും കാണപ്പെട്ടിരുന്നതും. മൂക്കിലെ അരിപ്പ പോലുള്ള കിഫ്രിഫോം പ്ലേറ്റ് വഴി തലച്ചോറിലെത്തുന്ന ഈ രോഗാണു തലച്ചോർ തീനി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. പൊടി, ചെളി, മണ്ണ് എന്നിവയിലും രോഗവാഹിനിയായ അമീബയെ കണ്ടെത്തിയിട്ടുണ്ട് സമീപകാലത്ത്. ഒകാന്തമീബ, സാപ്പിനിയ, ബാലുതിയ, വെർമാമീബ തുടങ്ങിയ അമീബ വകഭേദങ്ങളെയാണ് പുതുതായി കണ്ടെത്തിയത്. ക്ലോറിനേഷൻ നടത്തിയ വെള്ളത്തിലും പൈപ്പ് വെള്ളത്തിലും വരെ ഈ രോഗാണുവിനെ കാണാനായത് ആരോഗ്യമേഖലയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. അന്തരീക്ഷ താപനിലയിലെ മാറ്റമാണ് രോഗാണുവിൻ്റെ വകഭേദത്തിനും വളർച്ചയ്ക്കും സഹായകമാകുന്നതെന്നാണ് വിദഗ്ധപക്ഷം. പെട്ടെന്നുള്ള മഴയും പിന്നാലെയുള്ള കൊടും ചൂടും അമീബയുടെ വളർച്ചയ്ക്ക് വേഗം കൂട്ടും. അമീബിക് മസ്തിഷ്കജ്വരബാധയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി പഠനം നടത്തിവരുന്നതേയുള്ളൂ. അവരുടെ റിപ്പോർട്ട് ലഭിച്ചെങ്കിലേ ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. നേരത്തെ വേനൽക്കാലത്ത് മാത്രം കണ്ടിരുന്ന രോഗവാഹിനി അമീബയുടെ സാന്നിധ്യം മഴക്കാലത്തും കാണപ്പെടുകയും രോഗബാധ പൂർവോപരി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. 1962 US ഫ്ലോറിഡയിലാണ് അമീബിക് മസ്തിഷ്കജ്വരം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 1965 ആസ്ട്രേലിയയിലെ അഡ്ലെയ്ഡ് ചിൽഡ്രൻസ് ആശുപത്രിയിലെ മാൽക്കം ഫൗളറും RF കാർട്ടറും ചേർന്ന് നടത്തിയ പഠനത്തിൽ രോഗത്തിൻ്റെ കാരണവും രോഗാണുവും കണ്ടെത്തി. 1962 മുതൽ 2014 വരെ ലോകത്താകമാനം 260 അമീബിക് മസ്തിഷ്കജ്വര കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 11 പേർക്ക് മാത്രമാണ് സുഖപ്പെട്ടത്. ബാക്കി എല്ലാവരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. 1920 വരെ ഇന്ത്യയിൽ 11 പേരിലാണ് രോഗം കണ്ടെത്തിയത്. രോഗവിമുക്തി നേടിയത് 4 പേർ മാത്രം. കഴിഞ്ഞ വർഷം രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ഒരു യുവതി പൂർണ്ണ രോഗവിമുക്തി നേടിയത് ദേശീയ തലത്തിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അടുത്തിടെ സംസ്ഥാനത്ത് രോഗം ബാധിച്ച പലരും രോഗവിമുക്തി നേടുന്നുവെന്നത് ആശ്വാസത്തിന് വകയേകുന്നുണ്ട്. സങ്കീർണമെങ്കിലും രോഗത്തിൻ്റെ അതിജീവന സാധ്യതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു. കെട്ടിക്കിടക്കുന്നതോ ഒഴുക്ക് കുറഞ്ഞതോ ആയ വെള്ളത്തിലാണ് നെഗ്ലേറിയ ഫൗലേറി എന്ന ഇനം അമീബ വളരുന്നത്. ക്ലോറിനേഷനിലൂടെ വെള്ളത്തിൽ ക്ലോറിൻ കലക്കി ബാക്ടീരിയ, ഫംഗസ്, ആൽഗ തുടങ്ങിയവയെ നശിപ്പിക്കുന്ന പ്രക്രിയ. കിണറുകളിലെയും കുളങ്ങളിലെയും ജലം അണുവിമുക്തമാക്കുകയാണ് പരിഹാരം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ശുചീകരണ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരള മിഷൻ, ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ വീടുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകൾ, ഫ്ലാറ്റുകൾ, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ തുടങ്ങി എല്ലാ ജലസംഭരണികളും ശുദ്ധീകരിക്കും. ചിലയിടങ്ങളിൽ ക്ലോറിനേഷൻ നടത്തിയ വെള്ളത്തിലും രോഗാണു കണ്ടെത്തിയ സാഹചര്യത്തിൽ സാധാരണ ക്ലോറിനേഷൻ മതിയാകില്ല. സൂപ്പർ ക്ലോറിനേഷൻ വേണ്ടി വന്നേക്കും. വെള്ളപ്പൊക്കത്തിലും മറ്റും അതീവ മലിനമാകുന്ന കിണറുകളും കുളങ്ങളും ശുദ്ധീകരിക്കാൻ സൂപ്പർ ക്ലോറിനേഷൻ രീതിയാണ് പ്രയോഗിക്കാറുള്ളത്. രോഗവിമുക്തി പ്രയാസമായതിനാലും കൃത്യമായ മരുന്ന് ഇതുവരെ കണ്ടെത്താത്തതിനാലും രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ല മാർഗം. സുരക്ഷിതവും ക്ലോറിനേറ്റ് ചെയ്തതുമായ ജലസ്രോതസ്സുകളിൽ മാത്രമേ കുളിക്കാവൂ.
പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മലിനമായതോ ആയ കുളത്തിലോ വെള്ളക്കെട്ടുകളിലോ കുളിക്കുന്നതും വായയും മുഖവും കഴുകുന്നതും ഒഴിവാക്കണം. വാട്ടർ തീം പാർക്കുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും ഇറങ്ങുന്നതിനു മുമ്പ് വെള്ളം ക്ലോറിനേഷൻ ചെയ്ത് ശുദ്ധമാക്കിയതാണെന്ന് ഉറപ്പുവരുത്തണം. ഇത്തരം ജലസ്രോതസ്സുകളിൽ കുളിക്കുന്നവർ മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കുന്നത് നന്ന്. ജലജന്യ രോഗങ്ങളെക്കുറിച്ചോ മലിനജലത്തിൽ കുളിക്കുന്നതിൻ്റെ അനന്തരഫലത്തെക്കുറിച്ചോ ബോധമില്ലാത്തവരാണ് കുട്ടികളും കൗമാരക്കാരും. കാണുന്ന ഏത് ജലസ്രോതസ്സുകളിലും ചാടിക്കുളിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ പ്രത്യേക ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്.